നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സെഫന്യാ പ്രവചനം 1-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത് ഹിസ്കിയാവിന്റെ മകനായ അമര്യാവിന്റെ മകനായ ഗദല്യാവിന്റെ മകനായ കൂശിയുടെ മകനായ സെഫന്യാവിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഭൂതലത്തിൽ നിന്ന് സകലത്തെയും സംഹരിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ മനുഷ്യരെയും മൃഗങ്ങളെയും സംഹരിക്കും. ഞാൻ ആകാശത്തിലെ പറവ ജാതിയെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ദുഷ്ടന്മാരുടെ കൂടെ ഇടർച്ചകളെയും സംഹരിക്കും. ഞാൻ ഭൂതലത്തിൽ നിന്ന് മനുഷ്യനെ ഛേദിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ യഹൂദയുടെ മേലും യെരൂശലേമിലെ സകല നിവാസികളുടെ മേലും കൈനീട്ടും. ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ബാലിന്റെ ശേഷിപ്പിനെയും പുരോഹിതന്മാരോട് കൂടെ പൂജാരികളുടെ പേരിനെയും മേൽപ്പുരകളിൽ ആകാശത്തിലെ സൈന്യത്തെ നമസ്കരിക്കുന്നവരെയും യഹോവയെ ചൊല്ലിയും മൽക്കോമിനെ ചൊല്ലിയും സത്യം ചെയ്ത് നമസ്കരിക്കുന്നവരെയും യഹോവയെ വിട്ട് പിന്മാറിയവരെയും യഹോവയെ അന്വേഷിക്കാതെയോ അവനെക്കുറിച്ച് ചോദിക്കാതെയോ ഇരിക്കുന്നവരെ ഛേദിച്ചു കളയും. യഹോവയായ കർത്താവിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കാൻ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശുദ്ധീകരിച്ചു ഇരിക്കുന്നു. എന്നാൽ യഹോവയുടെ യാഗ സദ്യയുള്ള ദിവസത്തിൽ ഞാൻ പ്രഭുക്കന്മാരെയും രാജകുമാരന്മാരെയും അന്യദേശ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഏവരെയും സന്ദർശിക്കും. എന്നാൽ ഞാൻ ഉമ്മര പടി ചാടിക്കടക്കുന്ന ഏവരെയും സാഹസവും വഞ്ചനയും കൊണ്ട് തങ്ങളുടെ യജമാനന്മാരുടെ വീടുകളെ നിറയ്ക്കുന്നവരെയും സന്ദർശിക്കും. അന്നാളിൽ മത്സ്യഗോപുരത്തിൽ നിന്ന് ഉറക്കെ ഉള്ളൊരു നിലവിളിയും രണ്ടാമത്തെ നഗരാംശത്തിൽ നിന്ന് ഒരു മുറവിളിയും കുന്നുകളിൽ നിന്ന് ഒരു തടതട നാദവും ഉണ്ടാകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മക്തേഷ് നിവാസികളെ മുറയിടുവീൻ, വ്യാപാരി ജനമൊക്കെയും നശിച്ചുപോയല്ലോ, സകല ദ്രവ്യ മോഹകന്മാരും ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ആ കാലത്ത് ഞാൻ യെരൂശലേമിനെ വിളക്ക് കത്തിച്ച് ശോധന കഴിക്കുകയും മുട്ടിന്മേൽ ഉറച്ചു കിടന്ന് യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ സമ്പത്ത് കവർച്ചയും അവരുടെ വീടുകൾ ശൂന്യവുമായി തീരും. അവർ വീട് പണിയും, പാർക്കയില്ലതാനും. അവർ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും, വീഞ്ഞു കുടിക്കയില്ലതാനും. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസത്തിൽ വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവും ഉള്ള ദിവസം, ശൂന്യതയും നാശവും ഉള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലും ഉള്ള ദിവസം. ഉറപ്പുള്ള പട്ടണങ്ങൾക്കും വീരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉള്ളത് തന്നെ. മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവഭൂമിയും അവന്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്ര നാശം വരുത്തും. യഹൂദ രാജാവായ യോശിയാവിന്റെ കാലത്തായിരുന്നു സെഫന്യാവ് പ്രവചിച്ചത്. അത് BC 639 608 ഇടയ്ക്കുള്ള കാലമായിരുന്നു. ബാബേൽ പ്രവാസത്തിന് തൊട്ടു മുൻപ് ആയിരുന്നു അത്. 4 തലമുറകളുടെ പാരമ്പര്യം പറയുന്നത് കൊണ്ട് ഇദ്ദേഹം രാജകുടുംബക്കാരനായിരുന്നു എന്ന് കരുതുന്നു. ഇദ്ദേഹം യിരെമ്യാവിന്റെ സമകാലികൻ ആയിരുന്നു. പാപം ചെയ്യുന്ന ജാതികളെ ദൈവം ഉന്മൂലനാശം വരുത്തുമെന്നാണ് മുഹവരിയിൽ പറയുന്നത്. ദൈവത്തിന്റെ ധാർമ്മിക പ്രമാണങ്ങൾ ദൈവം സകല പുറജാതികൾക്കും മനസാക്ഷിയിൽ നൽകിയിട്ടുണ്ട്. അത് റോമാലേഖനം 1-ാം അധ്യായം 18 മുതൽ നമുക്ക് കാണാൻ കഴിയും.
ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവും അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. പക്ഷെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി. ജ്ഞാനികളെന്ന് പറഞ്ഞവർ മൂഢരായി. അക്ഷയരായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള പക്ഷി, ഇഴജാതി, നാൽക്കാലി, മനുഷ്യൻ എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് അവൻ ആരാധിക്കുവാൻ ഇടയായി. അപ്പോൾ പ്രജാതികൾ ദൈവത്തിനു പകരം വിഗ്രഹങ്ങളെ, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ശക്തിയുള്ള മൃഗങ്ങളെയും പക്ഷികളെയും അതുപോലെ മരിച്ചവരെയും ഒക്കെ ആരാധിക്കാൻ തയ്യാറായി. മാത്രമല്ല ധാർമ്മിക പ്രമാണങ്ങൾ, അവര് മനസാക്ഷിയിൽ ദൈവം കൊടുത്ത പ്രമാണങ്ങൾ ലംഘിക്കുവാൻ ഇടയായി. അതിനാൽ ദൈവം അവരെ ന്യായം വിധിച്ചു. ദൈവം അങ്ങനെയുള്ളവരെ വീണ്ടും ന്യായം വിധിക്കും എന്നാണ് റോമാലേഖനം 2-ാം അധ്യായം വിവരിക്കുന്നത്. ഇവിടെ സഫന്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ യെരുശലേമിനെ ഈ സ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഇദ്ദേഹം യെരുശലേമിനായിരുന്നു എന്ന് നമുക്ക് കരുതാം. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ദൈവപരിജ്ഞാനം മറ്റാരെക്കാളും ലഭിച്ച യഹൂദരെ അവരുടെ ബാൽ സേവയും ആകാശ സൈന്യ സേവയും മൽക്കോം സേവയും നിമിത്തം ദൈവം കഠിനമായി ശിക്ഷിക്കുന്ന കാര്യമാണ്. യോശുവാവിന്റെ കാലത്ത് വിഗ്രഹസ്തംഭങ്ങളെയൊക്കെ തകർത്ത് അവർ പെസഹ ആചരിക്കുകയും അവര് ദൈവത്തെങ്കിലേക്ക്, ദൈവവചനത്തിലേക്ക് തിരികുകയും ചെയ്ത കാര്യമൊക്കെ നമുക്ക് അറിവുള്ളതാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അത് കാണാൻ കഴിയും. പക്ഷെ അത് അധികം നാൾ നിലനിന്നില്ല. ഏറെ താമസിയാതെ മറ്റ് ജാതികളെപ്പോലെ അവരായിത്തീർന്നു. അതുകൊണ്ട് ദൈവം ചുറ്റുമുള്ള ജാതികളെ ഇസ്രായേലിനോടൊപ്പം ശിക്ഷിക്കുന്ന കാര്യമാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നത്. 8-ാം വാക്യത്തിൽ സാധാരണക്കാരെ മാത്രമല്ല, അന്യദേശ വസ്ത്രം ധരിച്ചിരിക്കുന്നവരെ ശിക്ഷിക്കുമെന്ന് കാണുന്നു. അത് രാജാക്കളുടെയും പ്രഭുക്കളുടെയും കാര്യമാണ്. കാരണം അങ്ങനെയുള്ള വിലയേറിയ വിദേശ വസ്ത്രം ധരിക്കാൻ ധനികരായ അവർക്കേ സാധിക്കുകയുള്ളല്ലോ. 9-ൽ ഉമ്മരപ്പടി ചാടിക്കടക്കുന്നവരെ ശിക്ഷിക്കുമെന്നത് ഫെലിസ്ത്യരുടെ കാര്യമാണ്. ശമൂവേലിന്റെ കാലത്ത് ഫെലിസ്ത്യർ യഹോവയുടെ പട്ടകം പിടിച്ചെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. പക്ഷേ ദാഗോൻ വീണ് കിടക്കുന്നതാണ് പിറ്റേ ദിവസം കണ്ടത്. അവർ ദാഗോനെ എടുത്തുറപ്പിച്ച് നിർത്തി. പക്ഷേ പിറ്റേന്ന് വന്നപ്പോൾ ദാഗോൻ വീണ കൂട്ടത്തിൽ കൈയും കഴുത്തും ഒടിഞ്ഞതിനാൽ ഫെലിസ്ത്യര് ക്ഷേത്രത്തിൽ കടക്കുമ്പോൾ ഉമ്മരപ്പടിയിൽ ചവിട്ടാറില്ല, അത് ചാടിക്കടക്കാറേ ഉള്ളൂ എന്നാണ് ശമൂവേലിന്റെ 1-ാം പുസ്തകം 5-ന്റെ 5-ൽ കാണുന്നത്. വഞ്ചനയും സാഹസവും കൊണ്ട് യജമാനന്മാരുടെ വീടുകളെ നിറയ്ക്കുന്നവർ പട്ടാളക്കാരാണ്. അവരെയും ദൈവം ശിക്ഷിക്കുമെന്നാണ്. 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ സകല സമ്പന്ന രാജ്യങ്ങളെയും അന്യായ നിമിത്തം ദൈവം ശിക്ഷിക്കുമെന്നാണ്. എന്നാൽ അവസാനം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും യഹൂദയുടെ ദൈവാശ്രയക്കുറവ് നിമിത്തം അവരെ ശിക്ഷിക്കുന്ന കാര്യം വിവരിച്ചുകൊണ്ട് 1-ാം അധ്യായം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയാത്ത ജാതികളെ ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട്. നോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും ന്യായം വിധിച്ചിട്ടുണ്ട്. പക്ഷേ യഹൂദന്മാർക്കും ഇസ്രായേലിനും ദൈവപരിജ്ഞാനമുള്ളവർക്കും ദൈവത്തെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കും. പരിച്ഛേദന ഉള്ളതുകൊണ്ടൊന്നും കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ആളുകൾ അവർ ദൈവമക്കളാണ്. പക്ഷേ പാപം കണ്ടാൽ ദൈവത്തിന് ശിക്ഷിക്കാതിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് വളരെ ഭയത്തോടെ കർത്താവിനെ സ്നേഹിപ്പാൻ, സേവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.